Hi all, welcome to the class. Today we are going to discuss a small topic in the subject Design of Machine Elements 1. Already we are discussing second module and it is the fourth part of my presentation. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറും അതേപോലെ നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടറുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഫാറ്റിഗ്യൂ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച സ്ട്രെസ് കോൺസെൻട്രേഷൻ പാർട്ട് ഒന്ന് നോക്കണം. നമ്മൾ നോർമലി സ്ട്രെസ് കോൺസെൻട്രേഷൻ വരുന്നത് എവിടെയെങ്കിലും റാപ്പിഡായിട്ട് ഒരു ഡയമെൻഷണൽ ചേഞ്ച് ഉണ്ടാകുന്ന സൈസ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിലാണ്. അവിടെയെല്ലാം എങ്ങനെയാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ അവോയ്ഡ് ചെയ്യാം, അങ്ങനെയുള്ള പല സ്റ്റെപ്പുകളും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഫാറ്റിഗ്യൂ ഇപ്പോൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നൊരു ഭാഗമാണ് ഫാറ്റിഗ്യൂ സ്ട്രെസ് കോൺസെൻട്രേഷൻ. നമ്മളിപ്പോൾ ഒരു മെഷീൻ എലമെൻറ്റ്സ് സൈക്ലിക് ലോഡിങ്ങിലോ അല്ലെങ്കിൽ ഫാറ്റിഗ് ലോഡിങ്ങിലോ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ സാധാരണ കൺസിഡർ ചെയ്തിട്ടുള്ള നോർമൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ മാത്രം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ തന്നെ ഫാറ്റിഗ്യൂ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറും കൂടി കൺസിഡർ ചെയ്യണം. നോർമലി ഫാറ്റിഗ്യൂ സ്ട്രെസ് കോൺസെൻട്രേഷൻ നമ്മൾ KF എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എൻഡുറൻസ് ലിമിറ്റ് വിത്തൗട്ട് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ എൻഡുറൻസ് ലിമിറ്റ് വിത്ത് സ്ട്രെസ് കോൺസെൻട്രേഷൻ. ഈ ഒരു ടേം ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഫാറ്റിഗ്യൂ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. ഇനി നമ്മൾ നോച്ച് സെൻസിറ്റിവിറ്റിയിലേക്ക് പോവുകയാണ്. നോച്ച് സെൻസിറ്റിവിറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഇത്രയും നേരം സൈക്ലിക് ലോഡിങ്ങും മറ്റതെല്ലാം വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഓൾറെഡി നമ്മൾ ഒരു പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, അഥവാ തിയററ്റിക്കൽ ഫാക്ടേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഇത്രയായിരിക്കും ഇതിൻ്റെ സ്ട്രെസ് കോൺസെൻട്രേഷൻ, ഇത്രയാണ് സ്ട്രെസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം തന്നെ ഈ ഒരു നോച്ച് അല്ലെങ്കിൽ ഹോള് അങ്ങനെയുള്ളത് വരുന്ന സമയത്ത് അതിൻ്റെ സ്ട്രെസ് കോൺസെൻട്രേഷനിൽ ചെറിയൊരു വ്യത്യാസം വരും, ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അഥവാ നമ്മൾ ആദ്യം പ്രെഡിക്റ്റ് ചെയ്തതിൻ്റെ അത്രയും എഫക്റ്റ് നോച്ചാണ് ഉണ്ടാവില്ല. അതാണ് നമ്മളിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാൻ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ അതിൻ്റെ സ്ട്രെസ് ഗ്രേഡിയൻ്റ് ആയിരിക്കും. സ്ട്രെസ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതും സ്ട്രെസ് കോൺസെൻട്രേഷൻ വരുന്ന റീജിയണിൽ വരുന്ന സ്ട്രെസ് ഗ്രേഡിയൻ്റ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ഈ നോച്ച് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നതിന് നമുക്ക് ദ ഡിഗ്രി ഓഫ് ടു വിച്ച് ദ തിയററ്റിക്കൽ എഫക്റ്റ് ഓഫ് ദ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഈസ് ആക്ച്വലി റീച്ച്ഡ് എന്ന് വേണമെങ്കിൽ എഴുതാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു തിയററ്റിക്കലി ആയിട്ടുള്ള ഇതിൻ്റെ അത്രയും വരില്ല. നമ്മൾ അഥവാ നോച്ച് സെൻസിറ്റിവിറ്റി വരുമ്പോൾ അതിനകത്ത് ഒരു ലെസ്സിങ് വരും. ആ ലെസ്സിങ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ദ തിയററ്റിക്കൽ എഫക്റ്റ് ഓഫ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഈസ് ആക്ച്വലി റീച്ച്ഡ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നോച്ച് സെൻസിറ്റിവിറ്റി യൂസ് ചെയ്യുന്നത്. നോർമലി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് റേഡിയസ് ഓഫ് നോച്ച് അല്ലെങ്കിൽ ഹോൾ അല്ലെങ്കിൽ ഫില്ലറ്റ് ആയിരിക്കും, അതേപോലെ ഗ്രെയിൻ സൈസ് ആയിരിക്കും. പക്ഷേ ഇതൊന്നും തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഇക്വേഷൻസും കാര്യങ്ങളും ഇല്ല. അതിന് നമ്മൾ പൊതുവെ ഗ്രാഫും കർവ്സുമാണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു H/R റേഷ്യോ ലെസ് ദാൻ 3 വരുന്ന ഒരു കണ്ടീഷൻ എടുക്കുകയാണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര അളവിലാണ് റെഡ്യൂസ് ആയിരിക്കുന്നത്, പിന്നെ അവിടെ വരുന്ന നോച്ച് റേഡിയസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കാനുള്ളൊരു ഡയഗ്രാണിത്. ഇതിൻ്റെ X ആക്സിസിൽ നോച്ച് റേഡിയസും Y ആക്സിസിൽ നോച്ച് സെൻസിറ്റിവിറ്റിയാണ് വരുന്നത്. 3 കണ്ടീഷനാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് അനലൈസ് ചെയ്യുന്നത്. ഒന്ന് അലുമിനിയം റോട്ടയൻ അലോയ്സ്, അതേപോലെ തന്നെ സ്റ്റീല്, അത് നോർമലൈസ് ചെയ്തതോ അല്ലെങ്കിൽ അനീൽ ചെയ്തതോ ആയ സ്റ്റീല്, അതല്ലെങ്കിൽ സ്റ്റീല് കൊഞ്ച് ചെയ്തതോ അല്ലെങ്കിൽ ടെമ്പർ ചെയ്തതോ ആയിട്ടുള്ള സ്റ്റീല്. ശ്രദ്ധിക്കേണ്ട കാര്യം, നോച്ച് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നോച്ച് സെൻസിറ്റീവ് ഫാക്ടറും ഇൻക്രീസ് ചെയ്യും. അത് ഒരു കൊഞ്ച് ചെയ്ത സ്റ്റീലാണെങ്കിൽ റാപ്പിഡായിട്ടുള്ള ഇൻക്രീസ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ റേഡിയസ് 1 എത്തുമ്പോൾ തന്നെ ഏകദേശം സെൻസിറ്റിവിറ്റി ഫാക്ടർ ഇവിടെ 1 എത്തുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതേസമയം നോർമലൈസ് ആണെങ്കിൽ സെയിം കണ്ടീഷനിൽ അറൗണ്ട് 0.7 താഴെ മാത്രമേ നോച്ച് സെൻസിറ്റീവ് ഫാക്ടർ സ്റ്റീലിൽ തന്നെ നോർമലൈസോ അല്ല അനീലോ ചെയ്ത് കിട്ടുന്നത്. അതേപോലെ അലുമിനിയം റോട്ടയൻ എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് 0.55 റേഞ്ചിലാണ് നിൽക്കുന്നത്. അത് ഇൻക്രീസ് ചെയ്തതിന് മാക്സിമം 1 വരെയാണ് പോവുക. ഇപ്പോൾ 9 ആണ് നമ്മുടെ നോച്ച് റേഡിയസ് എങ്കിൽ നമ്മളുടെ കൊഞ്ച് ചെയ്തതിന് 1ഉം നോർമലൈസ് ചെയ്തതിന് ഏകദേശം 0.95 പ്ലസും, അതേപോലെ തന്നെ അലുമിനിയത്തിന് 0.95 ആണ് നോർമലി ഉണ്ടാകുന്നത്. ഇതാണ് ഒരു നോച്ച് സെൻസിറ്റിവിറ്റി എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ
നമ്മൾ ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്തതുപോലെ കിട്ടുന്നുണ്ടാവില്ല. ഇതിൻ്റെ അത് സ്ട്രെസ് ഗ്രേഡിയൻ്റെ വ്യത്യാസം കാരണം, അല്ലെങ്കിൽ റേഡിയസ് കാരണം, അഥവാ നോച്ചിൻ്റെ വ്യത്യാസം കാരണം ഇതിൽ ചെറിയൊരു ലെസ്സിങ് ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. നോർമലി നമുക്ക് നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് നോച്ച് സെൻസിറ്റിവിറ്റി Q ഈസ് ഈക്വൽ ടു KF മൈനസ് 1 ഡിവൈഡഡ് ബൈ KT മൈനസ് 1. അത് രണ്ട് വിധത്തിൽ നമുക്ക് എഴുതാം. ഒന്ന് ടെൻസൈൽ അല്ലെങ്കിൽ ബെൻഡിങ് ലോഡ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് വരുന്ന സമയത്ത്. രണ്ട് സമയത്തും ഉണ്ടാകുന്നതനുസരിച്ചിട്ടാണ് നമുക്കിവിടെ KTയും KTSും വരുന്നത്. KT എന്ന് പറയുന്നത് ടെൻസൈലിന് വരുന്നതാണ്, KTS എന്ന് പറയുന്നത് ഷിയറിങ്ങിന് വരുന്നതാണ്. അതിനനുസരിച്ചാണ് നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ വരുന്നത്, ഫാറ്റിഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ വരുന്നത്. ഇപ്പോൾ KT എന്ന് പറയുന്നത് തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഫോർ ആക്സിൽ ഓർ ബെൻഡിങ് ലോഡിംഗ്, അല്ലെങ്കിൽ KTS എന്ന് പറയുന്നത് തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഫോർ ടോർഷണൽ ആൻഡ് ഷിയർ ലോഡിംഗ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നോച്ച് സെൻസിറ്റിവിറ്റീൻ്റെ ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്യുവർ ഫോം അഥവാ സ്റ്റഡി കണ്ടീഷൻ അല്ലെങ്കിൽ വേരിയബിൾ സ്ട്രെസ് കണ്ടീഷൻസ് മാത്രം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പൈൻഡ് എഫക്റ്റാണ്. ഇപ്പോൾ കമ്പൈനായിട്ട് സ്റ്റഡി ലോഡും വേരിയബിൾ സ്ട്രെസ്സും വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് നമ്മൾ രണ്ട് ടേം അറിഞ്ഞിരിക്കണം. ഒന്നാമത്തേത് വേരിയബിൾ സ്ട്രെസ് സിഗ്മ V എന്ന് ഡിനോട്ട് ചെയ്യും, അതേപോലെ തന്നെ മീൻ സ്ട്രെസ് സിഗ്മ M എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിനെ രണ്ടിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കിനി വരുന്ന എല്ലാ കാൽക്കുലേഷൻസും വരുന്നത്. നോർമലി നമ്മൾ കംപ്രസീവ് അല്ലെങ്കിൽ ടെൻസൈൽ ലോഡാണ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സിഗ്മ എമ്മിൻ്റെ വാല്യൂവിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം നമ്മുടെ സിഗ്മ എം കംപ്രസീവിൽ അധികം ഫെയിലാവില്ല. പക്ഷേങ്കിൽ നമ്മുടെ ടെൻസൈൽ ലോഡാണെങ്കിൽ സിഗ്മ എം മീൻ സ്ട്രെസ്സിൽ തന്നെ നല്ല രീതിയിൽ ഫെയിലാവും. അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രാഫും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് കണ്ടുപിടിക്കാനുള്ള 3 മെത്തേഡ്സാണ് നോർമലി ഉള്ളത്. അപ്പം ഒരു കമ്പൈൻഡ് എഫക്റ്റ് കണ്ടുപിടിക്കാനുള്ള 3 മെത്തേഡ്സാണുള്ളത്. അതിനകത്ത് ഒന്നാണ് ഗ്രാബേഴ്സ് മെത്തേഡ്, അഥവാ ഇവിടെ നോക്കുക അതൊരു പാരാബോളിക് ഒരു കർവാണ്, കർവിക്കൽ മെത്തേഡാണ്. രണ്ടാമത്തെ ഗുഡ്മാൻ ലൈനാണ്, അതും ഗുഡ്മാൻ ലൈനാണ് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തത് സോഡർബർഗ് ലൈനാണ്. വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ്, ഗർബർ ലൈൻ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിൻ്റെ അകത്ത് കൂടി തന്നെയാണ് ഫെയിലിയർ പോയിൻറ്റ്സ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ബാക്കിയുള്ള രണ്ടും സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. സ്ട്രെയിറ്റ് ലൈൻസ് ആയതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും ഈ കർവിനേക്കാളും. സിഗ്മ ഇനെയും എൻഡുറൻസ് ലിമിറ്റിനെയും അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന വിധത്തിലാണ് ഗർബർ മെത്തേഡും അതേപോലെ തന്നെ ഗുഡ്മാൻ ലൈൻസും യൂസ് ചെയ്യുന്നത്. പക്ഷേ സോൾഡർബർഗ് ലൈൻസ് യൂസ് ചെയ്യുന്നത് സിഗ്മ Y അഥവാ ഈൽഡ് സ്ട്രെസ്സിനെയും അതേപോലെ എൻഡുറൻസ് ലിമിറ്റിനെയും വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സോൾഡർബർഗ് ലൈൻസ് നോർമലി നമ്മൾ ഡക്റ്റൈലിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബ്രിട്ടിൽ മെറ്റീരിയൽസിന് ഈൽഡ് പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായി പറയുകയാണെങ്കിൽ ഗർബർ മെത്തേഡാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്നത് മെയിൻലി വേരിയബിൾ സ്ട്രെസ്സും മീൻ സ്ട്രെസ്സും ആണ്. നോർമലി ഡക്റ്റൈൽ മെറ്റീരിയലിന് എങ്ങനെ വരുന്നതെന്നുള്ളത് നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഫിഗറിൽ തന്നെ നോക്കുക. ഇതിൻ്റെ ഇടയിൽ ടെൻസൈൽ 0ൻ്റെ ഇപ്പോഴത്തേക്ക് വരുന്ന ടെൻസൈലാണ്. കംപ്രസീവിൽ ഇത് ഫെയിൽ ആവില്ല. അതുകൊണ്ട് സിഗ്മ M 0 ആവുന്ന കണ്ടീഷനിലാണ് എൻഡുറൻസ് ലിമിറ്റ് മാക്സിമം വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പിന്നെ ഇൻക്രീസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അൾട്ടിമേറ്റ് വരെ വരാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഡാറ്റാസാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 1874 ഈ മെത്തേഡ് വന്നിരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഗ്രബേഴ്സ് മെത്തേഡ്. പക്ഷേങ്കിൽ ഇതിൻ്റെ പോയിൻറ്റ്സ് ഒരു പരാബോള പോലെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂസ് എല്ലാം സ്കാറ്റർ ആയിട്ടാണ് ടെസ്റ്റ് പോയിൻറ്റ്സ് വരിക. അതുകൊണ്ട് നമ്മൾ ഒരു എളുപ്പത്തിന് വേണ്ടി, കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പ്, അതായത് ഗുഡ്മാൻ ലൈൻസും അതേപോലെ സോഡർബർഗ് ലൈൻസുമാണ് ഡിസൈനിങ് മെഷീൻ പാർട്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്നത്. ഇനി ഗബ്ബേഴ്സിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേരിയബിൾ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ആ ഇക്വേഷൻ ഇതാണ്: സിഗ്മ V ഈസ് ഈക്വൽ ടു സിഗ്മ E ഇൻറ്റു 1/Fs മൈനസ് സിഗ്മ M/സിഗ്മ U ഹോൾ സ്ക്വയർ ഇൻറ്റു Fs. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മുടെ ഗർബേഴ്സ് ഇക്വേഷനിൽ കാൽക്കുലേഷൻ എല്ലാം വരുന്നത്. ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേങ്കിൽ ഈ ഇക്വേഷൻ ശരിക്കും ശ്രദ്ധിക്കണം. ഈ രണ്ടാമത്തെ 1 ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു സിഗ്മ M/സിഗ്മ U ഓൾ റൈസ് ടു Fs പ്ലസ് സിഗ്മ V ഡിവൈഡ് ബൈ സിഗ്മ E.
നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ ഫാറ്റിഗ്യൂ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഫക്റ്റ് ചെയ്യാൻ നോർമലി സിഗ്മ വീക്കാണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 1/Fs ഈസ് ഈക്വൽ ടു സിഗ്മ എം ഡിവൈഡ് ബൈ സിഗ്മ യു ഹോൾ സ്ക്വയർ Fs ഇൻറ്റു സിഗ്മ വി ഇൻറ്റു കെ എഫ് ഡിവൈഡ് ബൈ സിഗ്മ ഇ. അതായത് സിഗ്മ വിൻ്റെ കൂടെ കെ എഫ് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടുക. ഇതാണ് ഗർബേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ലൈനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഗുഡ്മാൻ മെത്തേഡ്. അഥവാ ഇത് നോർമലി ബ്രിട്ടിലും ഡക്റ്റൈലും ആയിട്ടുള്ള മെറ്റീരിയൽസും രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മെയിൻലി ഡക്റ്റൈൽ മെറ്റീരിയലാണ് യൂസ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ അകത്ത് വരുന്ന ലൈൻസ് നോക്കുക. സിഗ്മ ഇ മുതൽ സിഗ്മ യു വരെയുള്ള ഒരു ലൈനാണ് വരുന്നത്. അതാണ് എ ബി എന്ന് കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോർമലി ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി റിലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി ഇതിനൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്തു കഴിഞ്ഞാൽ, അഥവാ സിഗ്മ ഇ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആൻഡ് സിഗ്മ യു ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ എ ബിക്ക് പാരലായിട്ട് വേറൊരു ലൈൻ വരും സി ഡി. ഈ ലൈൻ വെച്ചിട്ടാണ് നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം ഇക്വേഷൻസ് എല്ലാം ഫോം ചെയ്യുന്നത്. ആ സി ഡി ലൈനിൽ ഒരു പോയിൻ്റ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് പി. പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആറും താഴെ വെർട്ടിക്കലായിട്ട് ഈ പോയിൻ്റ് ക്യൂ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇത് നമുക്ക് സിഗ്മ എം ആണെന്നും കൺസിഡർ ചെയ്യാം. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് സിഗ്മ വി ആണെന്നും കൺസിഡർ ചെയ്യാം. അതേപോലെ ഒ സി എന്നുള്ള ലെങ്ത്ത് നമുക്ക് സിഗ്മ ഇ ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എടുക്കാം. കാരണം ഇവിടെയുള്ള സിഗ്മ ഇൻ്റെ ഒരു ഫാക്ടർ സേഫ്റ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് സി എന്നുള്ള പോയിൻ്റ് കിട്ടിയത്. അതേപോലെ ബീനെ ഫാക്ടർ സേഫ്റ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഡി എന്നുള്ള പോയിൻ്റ് കിട്ടിയത്. അഥവാ നമുക്ക് ഒ ഡി ഈസ് ഈക്വൽ ടു സിഗ്മ യു ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എസ് എന്നും എഴുതാം. പിന്നെ സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക. എ ഒ ബി എന്ന് പറയുന്നതിന് സിമിലറാണ് സി ഒ ഡി. അതേപോലെ തന്നെ പി ക്യു ഡി. ഈ 3 ട്രയാങ്കിൾസ് ശ്രദ്ധിക്കുക. അടുത്ത ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഈ 3 ഇക്വേഷൻസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സി ഒ പി ക്യു ഇത് രണ്ടും സിമിലറാണ്. അതേപോലെ സി ഡി പി ഡി അത് സിമിലറാണ്. അതേപോലെ തന്നെ ഒ ഡി ക്യു ഡി സിമിലറാണ്. അതായത് നമുക്ക് ഈ 2 ട്രയാങ്കിൾസ് ഇപ്പം പറഞ്ഞിരിക്കുന്ന സി ഒ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും പി ഒ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പം പറഞ്ഞ ഇക്വേഷൻ അഥവാ പി ക്യു ബൈ സി ഒ ഈസ് ഈക്വൽ ടു ക്യു ഡി ബൈ ഒ ഡി എന്ന് എഴുതാം. അതിൻ്റെ അകത്ത് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ ക്യു ഡി എന്ന് പറയുന്നതിന് ഒ ഡി മൈനസ് ഒ ക്യു എന്ന് എഴുതാം. നിങ്ങൾ ആ ചിത്രം എടുത്ത് വെച്ചിട്ട് തന്നെ ഇത് പഠിക്കുക. ഒ ഡി മൈനസ് ഒ ക്യു ഈക്വൽ ടു ക്യു ഡി കിട്ടും. എന്നിട്ട് ഇത് ഒ ഡി ആയതുകൊണ്ട് തന്നെ 1 മൈനസ് ഒ ക്യു ബൈ ഒ ഡി എന്നാണ് ഫൈനലി കിട്ടുക. ഇനി പി ക്യു എന്നുള്ളത് ആ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ബി സിഗ്മ വി. സി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഇ ബൈ എഫ് എസ്. അതേപോലെ ഒ ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ സിഗ്മ എം എന്നാണ് കിട്ടുക. അതേപോലെ ഒ ഡി എന്നുള്ളത് സിഗ്മ യു ബൈ എഫ് ഓഫ് എസ് ആണ് വരുന്നത്. എന്നാൽ നമുക്ക് ഫൈനലി ഇക്വേഷൻ്റെ അകത്ത് നിന്ന് സിഗ്മ വീന ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് സിഗ്മ ഇ ബൈ എഫ് ഓഫ് എസ് ഇങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ്. ദാറ്റ് ഈസ് സിഗ്മ ഇ ഡിവൈഡഡ് ബൈ എഫ് എസ് ഇൻറ്റു 1 മൈനസ് സിഗ്മ എം ബൈ സിഗ്മ യു ഡിവൈഡഡ് ബൈ എഫ് എസ് എന്ന് കിട്ടും. നോർമലി നമുക്ക് ഈ എഫ് എസിനെ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സിഗ്മ ഇ ഇൻറ്റു 1 ബൈ എഫ് എസ് മൈനസ് സിഗ്മ എം ബൈ സിഗ്മ യു എന്ന് കിട്ടും. അതേപോലെ സിഗ്മ ഇനെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരിക സിഗ്മ വി ഡിവൈഡഡ് ബൈ സിഗ്മ ഇ ഈസ് ഈക്വൽ ടു 1 ബൈ എഫ് എസ് മൈനസ് സിഗ്മ എം ബൈ സിഗ്മ യു. അതിൻ്റെ അകത്ത് 1 ബൈ എഫ് എസിനെ റൈറ്റ് സൈഡിലേക്കും സിഗ്മ വി ബൈ സിഗ്മ ഇനെ ഇപ്പുറത്തെ സൈഡിലേക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫൈനൽ ഇക്വേഷൻ വിൽ ബി 1 ബൈ എഫ് എസ് ഈക്വൽ ടു സിഗ്മ എം ഡിവൈഡഡ് ബൈ സിഗ്മ യു പ്ലസ് സിഗ്മ വി ഡിവൈഡഡ് ബൈ സിഗ്മ ഇ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വരുന്നത്. പക്ഷേ നമുക്ക് നോർമലി അറിയാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഫാറ്റിഗ്യൂ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് തന്നെ സിഗ്മ വേരിയബിളിനെ നമുക്ക് സിഗ്മ വി എന്ന് മാത്രമായിട്ടല്ല സിഗ്മ വി ഇൻറ്റു കെ എഫ് എന്ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതേപോലെ നമ്മൾ നേരത്തെ സ്റ്റഡി സ്റ്റേറ്റിൻ്റെ കാര്യത്തിലെല്ലാം എൻഡുറൻസ് ലിമിറ്റിൻ്റെ അകത്ത് എൻഡുറൻസ് ലോഡ് വരുന്ന സമയത്ത് പല ഫാക്ടേഴ്സ് ലോഡ് ഫാക്ടർ സൈസ് ഫാക്ടർ സർഫസ് ഫിനിഷ് ഫാക്ടർ അങ്ങനെ പലതും കൺസിഡർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇതിനകത്ത് എഗെയിൻ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മളെ ഫൈനൽ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം വരും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് കെ എഫിൻ്റെ ഫാക്ടർ എങ്ങനെയാണ് വരുന്നതെന്ന്. അതേപോലെ അത് കൂടാണ്ട് എൻഡുറൻസ് ലിമിറ്റിൽ വരുന്ന ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദ ഫൈനൽ ഇക്വേഷൻ വിൽ ബി സിഗ്മ ഇ ബി ഇൻറ്റു കെ സർഫസ് ഫിനിഷ് കെ സൈസ്. ഈ 2 ഫാക്ടേഴ്സും വരും. സോ ഫൈനൽ ഇക്വേഷൻ
ഇങ്ങനെയാണ് വരിക. അതിനകത്ത് KB എന്നെടുത്തിരിക്കുന്നത് റിവേഴ്സ്ഡ് ബെൻഡിങ് കേസിലാണ്. ആക്സിയൽ ലോഡോ അതേപോലെ തന്നെ ഷിയർ ലോഡോ ആണെങ്കിൽ ഈ KBൻ്റെ ഫോമാറ്റ് മാറും. നോർമലി നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു KB ഓൾവേസ് യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ KB ഇൻറ്റു സിഗ്മ ഇ എന്നുള്ളതിന് സിഗ്മ ഇ എന്ന് തന്നെ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് സിഗ്മ ഇ ഇൻറ്റു കെ സർ പ്ലസ് കെ സെഡ് എന്ന് എഴുതിയെടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വരിക. ഇത് നമ്മൾ നോർമലി ടെക്സ്റ്റൈൽ മെറ്റീരിയൽസിനാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് ബ്രിട്ടിൽ മെറ്റീരിയലാണ് വരുന്നുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യൽ കേസാണ്. ബ്രിട്ടിൽ മെറ്റീരിയലാണ് വരുന്നതെങ്കിൽ നമ്മളൊരു KT എന്നുള്ളൊരു ഫാക്ടറും കൂടി കൺസിഡർ ചെയ്യണം. KTനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് സിഗ്മ എമ്മിനോടാണ്. സിഗ്മ എം ഇൻറ്റു KT. ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ സിഗ്മ എമ്മിൻ്റെ കൂടെ KTനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഇൻ കേസ് നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽ ഇതുമാണെങ്കിലും അത് നമുക്ക് ടെൻസൈൽ അല്ലെങ്കിൽ കംപ്രസീവ് ലോഡ് കൂടാണ്ട് ഷിയർ ലോഡും വരാം. ടെൻസൈൽ ആൻഡ് കംപ്രസീവ് ലോഡ് വരുവാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ സാധാരണ കേസിൽ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈനൽ ഇക്വേഷനാണ് വരിക. 1/Fs ഈസ് ഈക്വൽ ടു സിഗ്മ എം ഡിവൈഡഡ് ബൈ സിഗ്മ യു പ്ലസ് സിഗ്മ വി ഇൻറ്റു KF ഡിവൈഡഡ് ബൈ സിഗ്മ EA ഇൻറ്റു കെ സർ പ്ലസ് ഇൻറ്റു KSZ. ഇതാണ് നമ്മുടെ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ ഇക്വേഷൻ വരിക. അതേസമയം അതേ ഇക്വേഷൻ ബ്രിട്ടിൽ മെറ്റീരിയലാണെങ്കിൽ സിഗ്മ എമ്മിൻ്റെ കൂടെ KT മൾട്ടിപ്ലൈ ചെയ്യണം. വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് എല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റ ബുക്കിൽ ഈ ഇക്വേഷൻസ് എല്ലാം ഉണ്ട് എങ്കിൽ പോലും ഈ ഫാക്ടേഴ്സ് എടുക്കുന്നത് അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. അതേസമയം നമ്മൾ റിവേഴ്സ്ഡ് ടോർഷൻ അല്ലെങ്കിൽ ഷിയർ ലോഡിംഗ് ആണ് വരുന്നുണ്ടെങ്കിൽ സിഗ്മ മാറി അവിടെ ടോയാണ് വരിക. ടോ എം ഡിവൈഡഡ് ബൈ ടോ യു. ഇതേ സെയിം ഇക്വേഷൻ്റെ ഫോമാറ്റാണ് വരിക. പ്ലസ് ടോ വി ഇൻറ്റു KFS. KFന് പകരം ഷിയറിംഗ് ആയതുകൊണ്ട് KFS ഡിവൈഡഡ് ബൈ ടോ ഇ ഇൻറ്റു കെ സർ ഇൻറ്റു KSZ. ഇത്രയാണ് നമ്മൾ ഇക്വേഷൻ വരിക. ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ ടോ എമ്മിൻ്റെ കൂടെ KTS എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ നമുക്ക് നോർമലി ടോ യു അല്ലെങ്കിൽ ടോ ഇ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. അഥവാ നമ്മളെ നോർമൽ ടോ യു ഈസ് ഈക്വൽ ടു 0.8 ഇൻറ്റു സിഗ്മ യു ആയിരിക്കും. അതേപോലെ ടോ ഇ ഈസ് ഈക്വൽ ടു 0.8 സിഗ്മ ഇയും ആയിരിക്കും. ഈ ഇക്വേഷൻസും കൂടി ഒന്ന് ആലോചിക്കണം. അഥവാ സിഗ്മേൻ്റെ വാല്യൂസ് അറിയാമെങ്കിൽ സിഗ്മ അൾട്ടിമേറ്റും സിഗ്മ എൻഡൂറൻസും അറിയാമെങ്കിൽ ടോ അൾട്ടിമേറ്റും ടോ എൻഡൂറൻസും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ അടുത്ത മെത്തേഡാണ് സോഡർബർഗ് മെത്തേഡ് എന്ന് പറയുന്നത് കമ്പൈൻഡ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ. ഇത് പ്യുവർലി ഫോർ ഡക്റ്റൈൽ മെറ്റീരിയലാണ്. ഇതിൻ്റെ അകത്ത് നമ്മളുടെ അൾട്ടിമേറ്റ് സ്ട്രെസ് കൺസിഡറേഷൻ എടുക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് ഈൽഡ് സ്ട്രെസ്സാണ് നമ്മളുടെ പോയിൻ്റായിട്ട് എടുക്കുന്നത്. അഥവാ നമ്മുടെ എൻഡുറൻസ് ലിമിറ്റും ഈൽഡ് സ്ട്രെസ് പോയിൻറ്റും എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. സെയിം നേരത്തെ എന്ത് ചെയ്തോ അതേ മെത്തേഡിലാണ് ഇതിൻ്റെ അകത്തും ഡെറിവേഷൻ വരുന്നത്. അഥവാ നമ്മൾ സിഗ്മ ഇനെയും ഈൽഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ AB എന്നെടുക്കുന്നു. അതിൻ്റെ അകത്ത് ഫാക്ടർ ഓഫ് സൈറ്റ് എടുക്കുകയാണെങ്കിൽ CD എന്ന് പറയുന്ന ഒരു പാരലൽ ലൈൻ കിട്ടും ABക്ക്. ദാറ്റ് ഈസ് OC ഈസ് ഈക്വൽ ടു സിഗ്മ ഇ ഡിവൈഡഡ് ബൈ FS ആൻഡ് OD ഈസ് ഈക്വൽ ടു സിഗ്മ Y ഡിവൈഡഡ് ബൈ FS എന്ന് കിട്ടും. അതിൻ്റെ ഇടയിലായിട്ടൊരു പോയിൻറ്റ് P കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വരുന്ന സിഗ്മ എമ്മും വെർട്ടിക്കൽ ഡയറക്ഷനിൽ സിഗ്മ വിയും ആണ് വരുന്നത്. ഇത് വെച്ച് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. നേരത്തെ പോലെ സിമിലർ ട്രയാങ്കിൾ ആയിട്ടുള്ള CODയും PQDയും എടുത്തു കഴിഞ്ഞാൽ PQ ബൈ CO ഈസ് ഈക്വൽ ടു QD ബൈ OD എന്ന് കിട്ടും. നേരത്തെ പറഞ്ഞത് ഇക്വേഷനാണ്. QD നോക്കുക. QD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OD മൈനസ് OQ എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ 1 മൈനസ് OQ ഡിവൈഡ് ബൈ OD എന്ന് എടുക്കാം. അതുകൊണ്ട് തന്നെ PQ എന്നുള്ളത് എന്താണെന്ന് നോക്കുക. PQ എന്നുള്ളത് സിഗ്മ V ആണ്. അതേപോലെ CO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ E ബൈ FS ആണ്. അതേപോലെ സിഗ്മ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ M ആണ്. അതേപോലെ OD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ Y ബൈ FS ആണ്. ഇത്രയും നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടും. കൂടാണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇക്വേഷനൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഫൈനലി നേരത്തെ പറഞ്ഞത് ഇക്വേഷനാണ് കിട്ടുക. FS ഈസ് ഈക്വൽ ടു സിഗ്മ M ഡിവൈഡ് ബൈ സിഗ്മ Y. നേരത്തെ കേസ് സിഗ്മ U ആയിരുന്നു. അവിടെ സിഗ്മ Y പ്ലസ് സിഗ്മ V ഡിവൈഡ് ബൈ സിഗ്മ E ആണ്. ഫാറ്റിഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ വരുന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സിഗ്മ V വിൽ ബി ഈക്വൽ ടു സിഗ്മ V ഇൻറ്റു KF എന്നാണ്. അതുകൊണ്ട് ആ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്യേണ്ടി വരും. അതേപോലെ നമ്മളുടെ സിഗ്മ ഇൻ്റെ അടുത്ത് നമുക്കറിയാം അത് എൻഡുറൻസ് ലിമിറ്റാണ്. അതിനകത്ത് ലോഡ് ഫാക്ടർ വരാം, സർഫസ് ഫിനിഷ് ഫാക്ടർ വരാം, സൈസ് ഫാക്ടർ വരാം. സോ സിഗ്മ EB ഇൻറ്റു KSR ഇൻറ്റു KSZ എന്ന് എടുക്കാം. അതിനകത്ത്
സിഗ്മ ഇ ബി എന്ന് പറയുന്ന ബെൻഡിങ് ആണ്, പ്യുവർ റിവേഴ്സ്ഡ് ബെൻഡിങ് ആണ്. അതുകൊണ്ട് കെ ബി ഈക്വൽ ടു 1 വരും. അതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് സിഗ്മ ഇ തന്നെ എടുത്താലും മതി. ഇനി നമ്മളുടെ ഈ മെറ്റീരിയൽസിന് 2 കൺസിഡറേഷൻ മാത്രമേ എടുക്കേണ്ടൂ. നേരത്തെ പോലെ നമുക്ക് ബ്രിട്ടിൽ മെറ്റീരിയലും ഡക്റ്റൈൽ മെറ്റീരിയലും വേണ്ട. കാരണം ഇത് പ്യുവർലി ഫോർ ഡക്റ്റൈൽ മെറ്റീരിയലാണ്. ഈൽഡ് പോയിൻറ്റ് ഡക്റ്റൈൽ മെറ്റീരിയലിന് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇക്വേഷൻ ഫൈനലി ഇതാണ് കിട്ടുക. ഇത് ടെൻസൈൽ അല്ലെങ്കിൽ കംപ്രസീവ് ബെൻഡിങ് ലോഡിംഗ് എല്ലാം വരുന്ന സമയത്താണ്. അതേസമയം ഷിയർ ലോഡിംഗ് അല്ലെങ്കിൽ ടോർഷൻ വരുന്നുണ്ടെങ്കിൽ, റിവേഴ്സ്ഡ് ടോർഷൻ വരുന്നുണ്ടെങ്കിൽ ഇക്വേഷനിൽ സിഗ്മ എം എന്നുള്ളെടുക്കുക ടോ എം ആവും, സിഗ്മ വൈ ഇല്ലെടുക്കുക ടോ വൈ ആവും, അതേപോലെ സിഗ്മ വി ഇല്ലെടുക്കുക ടോ വി ആവും. എല്ലാം തന്നെ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. അതേപോലെ നേരത്തെ ഇക്വേഷൻ്റെ അകത്ത് തന്നെ നമുക്കറിയാം സിഗ്മ ഇ ടോ ഇ ഈസ് ഈക്വൽ ടു 0.8 സിഗ്മ ഇ ആണ്. അതേപോലെ ടോ യു ഈസ് ഈക്വൽ ടു 0.8 സിഗ്മ യു ആണ്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന കാൽക്കുലേഷൻസ്. എല്ലാം ഒന്ന് നോക്കുക, നന്നായി പഠിക്കാൻ നോക്കുക, അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആക്കുക. താങ്ക് യു.